നിങ്ങളെപ്പോഴും സി എൻ ജി കിറ്റ് അല്ലെങ്കിൽ CNGയുടെ ECU ഇതൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് തിരഞ്ഞെടുക്കാൻ നല്ലത്. അല്ലാതെ നമ്മൾ ഈ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യൻ ബ്രാൻഡുകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു ഇപ്പം നമ്മൾ CNGയുടെ ECUൻ്റെ അതായത് CNGയുടെ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, ആ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിൽ നിലവിലുള്ള പെട്രോളിൻ്റെ ECUവിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പൾസ് CNGയുടെ ECU പ്രോസസ്സ് ചെയ്തിട്ട് വേണം നമ്മുടെ CNG കിറ്റിലേക്ക് അല്ലെങ്കിൽ CNGയുടെ ഇഞ്ചക്ടറിലേക്ക് കൊടുത്തിട്ട് വേണം ഗ്യാസ് എൻജിനിലേക്ക് എത്താനായിട്ട്. അപ്പം ഈ ഒരു പ്രോസസ്സ്, അതായത് CNGയുടെ ECU പെട്രോളിൻ്റെ ECUവിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പരിപാടി പ്രോസസ്സിങ് എന്ന് പറയും. ഈ പ്രോസസ്സിങ്ങിന്റെ സ്പീഡ് ലോക്കൽ ബ്രാൻഡുകൾ, അതായത് ഇന്ത്യൻ ബ്രാൻഡുകൾ അല്ലെങ്കിൽ കോപ്പി ബ്രാൻഡുകൾ വളരെ വളരെ സ്ലോ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സിംറ്റംസ്, അത് ഫിറ്റ് ചെയ്താലുള്ള കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ AC ഇടുമ്പോൾ പെട്ടെന്ന് RPM താഴോട്ട് പോവുക, മിസ്സിങ് വരിക, AC ഇടുന്ന സമയത്ത് കുടയിൽ ഫീൽ ചെയ്യുക, പിന്നെ നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് റെസ്പോൺസ് ഇല്ലാതിരിക്കുക, വണ്ടി അങ്ങോട്ട് കയറാനായിട്ട് ഒരു മടി പോലെ, ഒരു ഹെസിറ്റേഷൻ പോലെ തോന്നും. CNG വണ്ടികളുടെ കേസായിട്ടാണ് പറയുന്നത്, CNG ഫിറ്റ് ചെയ്തേക്കുന്ന വണ്ടികളുടെ കേസ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡുകളിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാഗ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. സ്റ്റാഗ് എന്ന് പറഞ്ഞിട്ട് പോളണ്ടിന്റെ ഒരു ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ പോളണ്ട് ആണ്. അതുപോലെ തന്നെ യൂറോപ്പ് ഗ്യാസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, ഇതും പോളണ്ടിന്റെ ബ്രാൻഡുകളാണ്. ഈ രണ്ട് ബ്രാൻഡുകളാണ് ഇപ്പം നമ്മളെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് CNG കിറ്റുകൾ. റേറ്റ് വെച്ച് നോക്കുമ്പോൾ മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസം, ചെറുതായിട്ട് കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാൽ കൂടെ അത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫീല്, ആ ഒരു പെട്രോള് തന്നെ ഓടിക്കുന്ന പെട്രോള് പോലെ തന്നെയാണ്. നമുക്ക് വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യില്ല ഇങ്ങനെയുള്ള കിറ്റുകളിൽ. അപ്പൊ അതൊന്നും ഓർത്ത് വെക്കുക നിങ്ങൾ CNG ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ പുതിയതായിട്ട്. പിന്നെ CNG സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ.